നാളെ നടക്കാൻ പോകുന്ന മാച്ചിൻ്റെ അകത്ത് നോർവേ ബ്രസീലിനെ അട്ടിമറിക്കുമോ? നെയ്മർ ഫസ്റ്റ് 11-ൽ കാണുമോ? നെയ്മർ നാളെ കളിക്കാനുണ്ടാവുമോ? എന്താണ് എൻ്റെ പ്രൊഡിക്ഷൻ? എന്താണ് പോസിബിൾ ലൈനപ്പ്? ഇവരും നമുക്ക് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോയിലേക്ക് പോവാം. നാളെ നടക്കാൻ പോകുന്ന ബ്രസീൽ വേഴ്സസ് നോർവേ മാച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മാച്ചാണ്. ചരിത്രമനുസരിച്ച് ലോക ഫുട്ബോളിലെ രാജാക്കന്മാരായ ബ്രസീലിന് തോൽപ്പിക്കാൻ പറ്റാത്ത വളരെ ചുരുക്കം രാജ്യങ്ങളിലൊന്നാണ് നോർവേ. ഇവർ പരസ്പരം 4 തവണ ഏറ്റുമുട്ടിയപ്പോൾ 2 തവണ നോർവേ ജയിച്ചു, 2 തവണ ഡ്രോയുമായിരുന്നു. ഈ ചരിത്രം മാത്രമല്ല നോർവേയെ അപകടകാരിയാക്കുന്നത്. അവരുടെ ഹാളണ്ട്, സെർലോത്ത്, ഒഡീഗാർഡ് തുടങ്ങിയ ലോകോത്തര താരങ്ങൾ നമുക്ക് ഭീഷണി തന്നെയാണ്. ഈ മാച്ചിലേക്ക് വരുമ്പോൾ ആരാധകരുടെ പ്രധാന ക്വസ്റ്റ്യൻ നാളത്തെ മത്സരത്തിൽ നെയ്മർ കളിക്കാനുണ്ടാവുമോ ഇല്ലയോ എന്നുള്ളതാണ്. വരുന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് നെയ്മർ ഇപ്പോൾ 100% ഫിറ്റാണ്. അദ്ദേഹത്തിന് 90 മിനിറ്റും കളിക്കാനും സാധിക്കും. ഇനി വരുന്ന ചോദ്യചിഹ്നം കാർലോ ആഞ്ചലോട്ടി നെയ്മറെ ഫസ്റ്റ് 11-ൽ ഉൾപ്പെടുത്തുമോ ഇല്ലയോ എന്നുള്ളതാണ്. ഇനി നമുക്ക് പോസിബിൾ ലൈനപ്പിലേക്ക് ഒന്ന് പോയി നോക്കാം. ഗോൾ കീപ്പർ അലിസൺ തന്നെയായിരിക്കും. ഡിഫൻസിലേക്ക് നോക്കുകയാണെങ്കിൽ ഡാനിലോ, ഗബ്രിയേൽ, മാർക്കിനസ്, ഡഗ്ലസ് സാന്റോസ് എന്നിവരായിരിക്കും ഡിഫൻസിൽ അണിനിരക്കുക. കഴിഞ്ഞ ജപ്പാനായിട്ടുള്ള മത്സരത്തിൽ കസമീറോയ്ക്ക് ഒരു ഇഞ്ചുറി പറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷേ റിപ്പോർട്ടുകൾ അനുസരിച്ച് കസമീറോ 100% ഫിറ്റാണ്. അതുകൊണ്ട് തന്നെ ഡബിൾ പിവറ്റിൽ കസമീറോയും ബ്രൂണോ ഗിമറസും ആയിരിക്കും ഉണ്ടാവുക. പക്കറ്റയ്ക്ക് ഇഞ്ചുറി പറ്റിയതുകൊണ്ട് അദ്ദേഹത്തിന്റെ പൊസിഷനിൽ ആര് കളിക്കും എന്നുള്ളൊരു ചോദ്യചിഹ്നമുണ്ട്. വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഡാനിലോ സാന്റോസ് അല്ലെങ്കിൽ നെയ്മർ ആയിരിക്കും കളിക്കാൻ ചാൻസ് ഉള്ളത്. ഇതൊക്കെ ഉള്ളത് കാർലോ ആഞ്ചലോട്ടി ആരെ സെലക്ട് ചെയ്യുന്നു എന്നുള്ളതനുസരിച്ചാണ്. അദ്ദേഹം ഒരു വേൾഡ് ക്ലാസ് കോച്ചാണ്. അദ്ദേഹം എങ്ങനെ തീരുമാനം എടുക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നിരുന്നാലും ബ്രസീൽ ഫാൻസ് അല്ല, ഫുട്ബോൾ ഫാൻസ് ആഗ്രഹിക്കുന്നത് നെയ്മറോ തിരിച്ചുവരവിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഫ്രണ്ട് 3യിലേക്ക് വരികയാണെങ്കിൽ മാറ്റം ഉണ്ടാവാൻ ഒരു ചാൻസും ഇല്ല. റയാന്, മത്യാസ് കൂന, വിനീഷ്യസ് ജൂനിയർ ഇവർ 3 പേരുമായിരിക്കും ഫ്രണ്ട് 3യിൽ ഉണ്ടാവുക. എൻട്രിക്ക് ഫസ്റ്റ് 11-ൽ വരാനുള്ള ചാൻസും വളരെ കുറവാണ്. ഇനി നമുക്ക് നോർവേയുടെ നിലയിൽ ആരൊക്കെ പ്രധാനമായി ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നോക്കാം. അവരെ പ്രധാന വജ്രായുധം ഹാളണ്ട് തന്നെയാണ്. അതിമാരക ഫിനിഷിംഗ് എബിലിറ്റി ഉള്ള പ്ലെയറാണ് ഹാളണ്ട്. ഇത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ അയാളുടെ കൂടെ അണിയടക്കുന്ന സെർലോത്ത്, രണ്ടുപേരും വളരെ ഹൈറ്റ് കൂടിയ താരങ്ങളാണ്. അത് നമുക്ക് ചെറിയായിട്ടൊരു ഭീഷണി സൃഷ്ടിക്കും. പിന്നെ ഇവരെക്കാൾ കൂടുതൽ നമ്മൾ ഭയക്കേണ്ടത് മറ്റൊരാളെയാണ്, അവരുടെ ക്യാപ്റ്റൻ, അവരുടെ എഞ്ചിനായ മാർട്ടിൻ ഒഡീഗാർഡിനെ. അദ്ദേഹത്തിൻ്റെ ത്രൂ പാസുകളും അദ്ദേഹത്തിൻ്റെ പ്ലേ മേക്കിങ്ങും തടയാൻ പറ്റി കഴിഞ്ഞാൽ തന്നെ നമ്മൾ പാതി വിജയിച്ചു എന്ന് തന്നെ പറയാം. ബ്രസീലിൻ്റെ പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഓരോ കളി കഴിയുന്നതിനനുസരിച്ച് ബെറ്ററായി കൊണ്ടിരിക്കുകയാണ്. നാളത്തെ മാച്ചിൽ നമ്മളെ ഡിഫൻസിൽ നമ്മളെ ഏറെ സഹായിക്കാൻ പോകുന്ന ഗബ്രിയേലായിരിക്കും. കാരണം ഗബ്രിയേലും ഹാളണ്ടും തമ്മിലുള്ള ഉരസലൊക്കെ നമ്മൾ കണ്ടാണ്. അദ്ദേഹം എങ്ങനെയാണ് ഹാളണ്ടിനെ പൂട്ടുന്നതൊക്കെ നമുക്ക് അറിയാവുന്ന. കാരണം ഇവർ രണ്ടുപേരും പ്രീമിയർ ലീഗ് പ്ലേയേഴ്സാണ്. പരസ്പരം ഏറ്റുമുട്ടിയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസും ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ഗബ്രിയേൽ ആയിരിക്കും ഹാളണ്ടിനെ മാർക്ക് ചെയ്യാനുണ്ടാവുക. എൻ്റെ പ്രഡിക്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 3-1 ബ്രസീൽ ജയിക്കുമെന്നാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അറ്റാക്കിംഗ് മാരക് ഫോമിലാണ്. വിനീഷ്യസ് ജൂനിയറൊക്കെ എജ്ജാതി പെർഫോമൻസാണ് പുൾ ഓഫ് ചെയ്യുന്നത്. പിന്നെ നാളത്തെ കളിയിൽ പക്കറ്റയ്ക്ക് പകരം നെയ്മറൊക്കെ ഇറങ്ങിക്കഴിഞ്ഞാൽ കുറച്ചുകൂടി ചാൻസുകൾ നമുക്ക് ക്രിയേറ്റ് ആവും. അത് കൺവേർട്ട് ചെയ്യാൻ പറ്റിയാൽ 3 ഗോൾ എന്തായാലും നമുക്ക് അടിക്കാൻ പറ്റും. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നാളത്തെ കളിയിൽ ആര് ജയിക്കും, ബ്രസീലോ നോർവേയോ? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്യൂ.